അല്ലു അർജുൻ എന്ന് പറയുന്ന ബിഗ് സ്റ്റാറിനെ നമുക്ക് മലയാളികൾക്ക് എത്തിച്ചു തന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലെ. ഈ സിനിമയ്ക്കുള്ള ഒരു സ്പെഷ്യാലിറ്റി ഒരു ടോട്ടൽ മൂവിയാണ്. ലവ്, എല്ലാം ഉണ്ട്, എൻജോയ്മെന്റ്, എന്റർടൈൻമെന്റ്, കോമഡി ആൻഡ് ആക്ഷൻ. 5 മിനിറ്റ് കൊണ്ട് കാര്യം. தம்பி நீ போய் ஆடுற. ஆனா அவன் இல்லைண்ணா, அவனை நானும் இவனும் ஃபோர்ஸ் பண்ணி ஸ்டேஜில் போய் ஆடணும். See, is doing some 2-3 steps, all crowd, easily crowd pulling. See, யாருக்குமே தெரியாது அல்லு அர்ஜுன் சிங்கப்பூர் ஹீரோ. The highlight என்னன்னா, the next day சிங்கப்பூர் டைம்ஸ்ல அல்லு அர்ஜுன் photo is there. One boy is dancing super some poses. കൺമണിനിൻ വിളി കേൾക്കാതെ ഞാനെങ്ങനെ രാവിൻ തിരി പാട്ടും കണ്ണുകൾ നിറയും ഈ നേരം ഒന്നു തലോടാകൊതിയാകും അണിയുമോ പ്രിയതമേ. ഇതുപോലെ ആ സമയത്ത് എല്ലാവരുടെ ഒരു ക്രഷ് ആയിരുന്നു ജെനീലിയ മാം അല്ലെ. She's a very sweet girl, very beautiful. ஒரு சீன் எக்ஸ்பிளைன் பண்ணா எப்பவுமே ஒரு சீன் என்ஹான்ஸ் ஆகுறது பிகாஸ் ஆஃப் ஆர்டிஸ்ட். ஒரு நார்மல் சீன் கூட பர்ஃபார்மன்ஸ் வச்ச எங்கேயோ போயிடும், சீன் எங்கேயோ போயிடும். ശരിക്കും ആക്ഷൻ സീക്വൻസ് ചെയ്തത് അല്ലു അർജുൻ സാർ തന്നെയാണ്. கையெல்லாம் அடிபட்ட ஃப்ராக்சர் ஆச்சு. ഓക്കേ, he is not accepted dupes. பைக் ஸ்கிட் ஆச்சு. நான் ரொம்ப பயப்படுவேன் அந்த டைம்ல. அந்த சிங்கப்பூர் போயிட்டு அந்த ஷூ, அந்த வீல் ஷூ, டான்ஸ், தென் வாக்கிங், ஸ்கேட்டிங், இஸ் பிராக்டிசிங். ஓகே, டெய்லி இஸ் பிராக்டிசிங் ஸ்கேட்டிங். ஹார்ட் ஒர்க், இஸ் வெரி ஹார்ட் ஒர்க். ஹார்ட் ஒர்க். പറയാനേറെ ഉള്ളപ്പോൾ അറിയാനേറെ ഇമ്പം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിൽ ഇന്ന് ഞാനൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മളുടെയൊക്കെ ചൈൽഡ്ഹുഡ് കളർ ആക്കിയ ഒരു മൂവിയാണ് ഹാപ്പി ബി ഹാപ്പി. സോ അത് റീ റിലീസിന് വരാണ്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് ദ ഡയറക്ടർ സർ എ കരുണാകരൻ സർ. വെൽക്കം സർ. ആൻഡ് ദ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ കൂടെ ഉള്ളത് ഖാദർ ഹസൻ സർ ആൻഡ് ലിറിസിസ്റ്റ് സിജു തുറവൂർ. ഹായ്, വെൽക്കം. ഇനീഷ്യലി തന്നെ ഞാൻ പറയാം, ഈ മൂവിയുടെ ഡയറക്ടർ ഇസ് നോട്ട് എ മലയാളി അല്ലേ. സോ നമുക്ക് എങ്ങനെയാ ഇംഗ്ലീഷ് യു അണ്ടർസ്റ്റാൻഡ് മലയാളം? എനിക്ക് തമിഴ് അത്ര വലിയ ഓക്കെ, നമുക്ക് മിക്സ് ചെയ്ത് പിടിക്കാം അല്ലെ, ഇംഗ്ലീഷും മലയാളം ഒക്കെ മിക്സ് ചെയ്ത്. ഓക്കെ, വിൽ ഗോ. സോ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താ പറയാ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്തുനിന്നാണ്. ബിക്കോസ് അല്ലു അർജുൻ എന്ന് പറയുന്ന ബിഗ് സ്റ്റാറിനെ നമുക്ക് മലയാളികൾക്ക് എത്തിച്ചു തന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലെ, ത്രൂ ഹാപ്പി ബി ഹാപ്പി. സോ എങ്ങനെയായിരുന്നു സാറിന് ഈ ഒരു ഐഡിയ വന്നത്? ലൈക്ക് മലയാളികൾ, ഇതൊരു തെലുങ്കു മൂവിയാണ്, അപ്പൊ ഇത് ഡബ് ചെയ്ത് മലയാളത്തിലേക്ക് വന്നതാണ്. അപ്പൊ ഇത് മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും എന്ന് സാറിന് ഒരു കോൺഫിഡൻസ് എങ്ങനെയാ വന്നത് ഇത് എത്തിക്കാൻ? ഇതൊരു സിനിമയുടെ ഒരു സിനിമയുടെ ഒരു പൂർണ്ണ രൂപമുള്ള ഒരു സിനിമയാണ്. അപ്പൊ സിനിമയ്ക്ക് ഒരു ഭാഷ ഇല്ല, അതീതം, ലാംഗ്വേജിന് അതീതമാണ്. അത് വിഷ്വൽ ഇമ്പാക്ട് എന്ത് നന്നായിട്ട് കൊടുത്താലും അത് മലയാള കൾച്ചറിന് മാച്ച് ആവുന്ന തരത്തിലാണെങ്കിൽ ആ പടം വിജയിക്കും. അത് 100% ഷുവറാണ്. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസ് ആണ് എനിക്കുള്ളത്. പിന്നെ സിനിമയുടെ എല്ലാ ചേരുവകളും ചേർത്തിണക്കി നന്നായിട്ട് പ്രസന്റ് ചെയ്ത് നല്ല പബ്ലിസിറ്റിയോടുകൂടി ഒരു ഹീറോ ബേസ്ഡ് ആയിട്ട് അല്ലാതെ തന്നെ ഈ സിനിമ ഒരു കൊമേഴ്സ്യൽ ഇമ്പാക്ട് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ സിനിമ ഓടുമെന്നുള്ള ഒരു വിശ്വാസം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. അതിന്റെ വിഷ്വൽസിനെ പറ്റി എടുത്തു പറയണ്ട, കാരണം അതൊരു 2006 അല്ലേ, ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ മൂവിയാണ്. പക്ഷെ എന്നാ പോലും അതിന്റെ വിഷ്വൽസ് ഇപ്പോഴും ഈ നമ്മൾക്ക് യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്ന സിനിമകളിൽ ഒരു മൂവിയാണ് ഇപ്പോഴും ഹാപ്പി ബി ഹാപ്പി. സോ അതിന്റെ വിഷ്വൽസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഐ എം ഡയറക്ട്ലി കമ്മിങ് ടു ഡയറക്ടർ സാർ. നമ്മൾ ആ ഒരു മൂവി, ഓക്കെ, ദാറ്റ് മൂവി എന്താ എല്ലാ ഓഡിയൻസും, every audience, every language audience have received that movie very happily. And at the time of shooting, what was your experience like when you were shooting that movie, or now when you look back, how was Happy Be Happy? நிறைய ஹாப்பி மூமெண்ட்ஸ் இருக்கு. இப்போ ஃபார் எக்ஸாம்பிள் உங்களுக்கெல்லாம் தெரியாத சில ஸ்வீட் மெமரிஸ்லாம் இருக்கு.
ஃபார் எக்ஸாம்பிள் ஹாப்பி சாங், ஹாப்பி பி ஹாப்பி சாங் yeah. இருக்குதுல்ல. டைட்டில் சாங். ஆமா, அந்த சாங் வந்து சிங்கப்பூர்ல அந்த சாங்கும் அந்த ஹேட் யூ சாங் இருக்குல்ல, யா. அந்த 2 சாங் கம்போஸ் பண்ணது நானும், யுவன் ராஜா, ஆ. அல்லு அர்ஜுன் ஆஹா. 3 பேரும் சிங்கப்பூர் போயிருந்தோம். ஆ. பசிபிக் ஹோட்டல்ல. சொல்லலாம் சார்? சொல்லுங்க அதான். ஸோ காலையில இருந்து கம்போசிங் நடந்தது. சரி, ஈவினிங் ஊர் சுத்த போலான்ட்டு ம். நான், அல்லு அர்ஜுன், ம். யுவன் 3 பேரும் ஆ. வாக் ஆ. சிங்கப்பூர்ல வாக் போயிட்டு ஆ. ஒரு ஹோட்டல் போனோம். ஆ. ஹோட்டல் போனா அங்க நல்லா டான்ஸ்லாம் பண்றாங்க. ஆஹா. யாரும் டான்ஸ் பண்ணல. ஒரு ஃபாரின் பையன் மட்டும் ஒரு ஸ்டேஜ்ல ஒரு சின்ன இதுல பயங்கரமா டான்ஸ் பண்ணிட்டு ஆஹா. இருக்கான். எனக்கு ஐ நோ வெரி வெல் அல்லு அர்ஜுன். ஆ. தம்பி நீ போய் ஆடுறா அப்படின்னு. ஆனா அவன் இல்லைண்ணா, அவனை நானும் இவனும் ஃபோர்ஸ் பண்ணி ஸ்டேஜ்ல போய் ஆடணும். சரி, இஸ் டூயிங் சம் 2-3 ஸ்டெப்ஸ், ஆல் crowd ஈஸிலி crowd pulling. ஆஹா. See, யாருக்குமே தெரியாது அல்லு அர்ஜுன் அது சிங்கப்பூர்ல அது ஹீரோ. யா யா. The highlight என்னன்னா, the next day ம். சிங்கப்பூர் டைம்ஸ்ல ம். அல்லு அர்ஜுன் photo is there. ஆ. One boy is dancing super some poses-ல. நான் எடுத்துட்டு ஓடினேன், தம்பி தம்பி போட்டோ வந்திருக்கு அப்படின்னு. ஆ. ஸோ crowd puller அல்லு அர்ஜுன் எப்பவுமே இப்போ ஒரு எனர்ஜி, எப்பவுமே அந்த எனர்ஜி இருந்துட்டே இருக்கும். ம். இப்ப இப்படி உட்காந்துருக்கோன்னா கூட அது அவனோட அந்த ஒரு பொட்டன்ஷியல் பர்ஃபார்மன்ஸ் தான் மெயின் அல்லு அர்ஜுன். Okay. So before Happy Be Happy, you know Allu Arjun sir personally or? தெரியும். தெரியும். நான் வந்துட்டு என்னோட ஃபர்ஸ்ட் படம் பவன் கல்யாணோட. ஆஹா. அப்போ சின்ன பையன், ஆ. கொஞ்சம் கொஞ்சம் பெரிய அப்போ வந்து தெரியும். ம். ஸோ என்னோட 4th ஃபிலிம் Allu Happy Be Happy. ஸோ ஃபுல்லா ஃபன், இந்த எனர்ஜி தெரியும் ஃபுல்லா. Yeah. ஸோ ஹீஸ் ஆல்சோ இன்னும் மாண்டேஜஸ் ஸ்பாட் மாண்டேஜஸ் ரொம்ப ரொம்ப பியூட்டிஃபுல்லா அந்த ஷூட்டிங் ஒரு பிக்னிக் மாதிரி தான் இருந்தது. നമ്മളിപ്പോ പറയുന്ന സമയത്തെ നമുക്ക് ഈ ഹാപ്പി ബി ഹാപ്പി ആ ടൈമിൽ ഇറങ്ങിയോണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പ്രൊമോഷൻസോ വി ഡിഡ്ന്റ് ഹാവ് ഇനഫ് പ്രൊമോഷൻസ് ഓർ ദാറ്റ് ലൈക് ദിസ് ടൈം വി ഹാവ് സോ മെനി പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ബിഹൈൻഡ് ദ സീൻസും ഇതിന്റെ ബാക്കിലെ സ്റ്റോറി ഒന്നും അറിയാൻ വി ഹാവ് നോ അതർ വേസ്. അപ്പൊ നമുക്ക് ഈ ശരിക്കും ഈ ഇന്റർവ്യൂ നമ്മൾ അതിനാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ ഭയങ്കര വി ആർ വെരി ക്യൂരിയസ് ടു നോ ഹൗ ലൈക് ജെനീലിയ മാം ആയിക്കോട്ടെ, അല്ലു അർജുൻ സർ ആയിക്കോട്ടെ, ദ കോമ്പിനേഷൻ, ഹൗ ഡിഡ് യു വർക്ക്, ആൻഡ് ഓഫ് കോഴ്സ് കമ്മിങ് ടു ദ സോങ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മലയാളത്തിൽ ഇത്രയും ട്രെൻഡിങ്ങിൽ ഇപ്പോഴും എല്ലാവരുടെയും പ്ലേലിസ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സോങ്സിന്റെ ലിറിക്സ്. അപ്പൊ നമ്മള് ആ ലിറിക്സ് ഒക്കെ നമുക്ക് കാണാപ്പാടാ ശരിക്കും പറഞ്ഞ എല്ലാ പാട്ടും അല്ലെ. ഈ മൂവിയിലെ എല്ലാ പാട്ടും സർ തന്നെയല്ലേ ലിറിക്സ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഈ സിനിമയിലും 4 പാട്ട് എഴുതിയത്. അത് ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞ ഹാപ്പി, അടിപൊളി ലുക്ക് ആയാൽ ഹാപ്പി, ഫസ്റ്റ് സോങ്, ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. അപ്പൊ ആ ഒരൊറ്റ പാട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ തിരുവനന്തപുരത്ത് ചെല്ലുന്ന ഗാദർ ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ എന്നെ കൊണ്ടുവന്ന് എഴുതി നോക്കി. ഞാനപ്പോ ഈ കുറച്ച് ചെറിയ ആൽബം സോങ്സ് ചെയ്ത് നിൽക്കുന്ന സമയം. അപ്പൊ ആദ്യമായിട്ടൊരു സിനിമയിലേക്ക് എഴുതാനായിട്ട് വിളിക്കുക. ചെറുതല്ലാട്ടോ ആ ആൽബം സോങ്. ഏകാതെ നമ്മളെല്ലാവർക്കും മറ്റേ മിഴിയർ അഴക് നിറയും മിരാതാന്ന് പറയണ അതൊക്കെ എല്ലാ പിള്ളേരുടെ ഒക്കെ എല്ലാ പ്രോഗ്രാമിലും യൂസ് ചെയ്തോണ്ടിരുന്ന പാട്ടാ. അങ്ങനെ ആ ഒരു ഈ ഫസ്റ്റ് പാട്ട് എഴുതി കഴിഞ്ഞിട്ട് അത് സിനിമയായിട്ട് നന്നായിട്ട് സിങ്കായി എന്ന് തോന്നിയത് കൊണ്ട് എന്നോട് ബാക്കി 3 പാട്ടും കൂടെ എഴുതാൻ പറഞ്ഞു. അഴകി എന്നുള്ള പാട്ടുണ്ട്, പിന്നെ ചിരിച്ചു കൊഞ്ചുന്ന പാട്ട് ജാസ്തിയേട്ടൻ പാടിയ, പിന്നെ ചൽമരെ സാത്തി ആ പാട്ട്. ഈ 4 പാട്ടുകളാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഈ പാട്ടുകൾ എഴുതുമ്പോഴേ പൊതുവെ എനിക്കുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ തെലുങ്ക് അല്ലെങ്കിൽ തമിഴ് വേറെ ലാംഗ്വേജസിലുള്ള പാട്ടുകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ ക്രിഞ്ചാന്ന് പറയും, അല്ലെങ്കിൽ അത് അത്ര എൻജോയബിൾ അല്ല, ഇത് ഭയങ്കര ബോറായി പോയി എന്നൊക്കെ കമന്റ്സ് വരാറുണ്ട്. പക്ഷെ അല്ലു അർജുൻ സാറിന്റെ മിക്ക സോങ്സും ചെയ്തിട്ടുണ്ട്, ലിറിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫീലിങ്സ് ഒക്കെ സാറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പാട്ടുകളുടെ ഒന്നും ആ ഒരു ബോറാവാതെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത്, എന്നാൽ ലിറിക്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും വളരെ കാണാപ്പാടം പോലെ പറയാൻ പറ്റുന്ന. അപ്പൊ ഈ ലിറിക്സ് എഴുതാനുള്ള ഒരു എങ്ങനെയാ ഈ ലിറിക്സ് എഴുതുന്ന ശരിക്കും? കാരണം അത് വേറെ ഭാഷയാണല്ലോ. നമുക്കതിന് ഒറിജിനൽ ഇത്
തർജ്ജമ ചെയ്യാൻ പറ്റില്ല. ഞാന് അന്ന് മുതൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ അതിന്റെ മീനിങ് ഈ വേർഡ് ടു വേർഡ് മീനിങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് നമുക്ക് ഇവിടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ മാച്ച് ആവുന്ന രീതിയിൽ എന്താണോ സിനിമ, എന്താണോ ആ സിറ്റുവേഷൻ എന്താണ് ആവശ്യപ്പെടുന്നത് അതിന് പറ്റിയ നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടല്ലോ, മലയാളത്തിന്റേതായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയായിരുന്നു ഉണ്ടോ ഈ പാട്ട് എഴുതുന്നതിന് ഒരു ട്രിക്ക് എന്തെങ്കിലും? പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എഴുതുന്ന ഒരു ലിറിക്സ് ആദ്യം നമുക്ക് തന്നെ ഇഷ്ടപ്പെടണം, എനിക്ക് തന്നെ ഇഷ്ടപ്പെടണം, എന്നാലേ അത് മറ്റുള്ളവർക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് നമ്മള് എഴുത്തിന് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കാതർപ്പിക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. അതിനുശേഷം പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിയാണല്ലോ. നിങ്ങൾക്ക് പാട്ടിന്റെ കാര്യം പറയുമ്പോ എങ്ങനെ ഈ പാട്ടുകളെല്ലാം അത്ര സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പാട്ടുകൾ? അല്ലു അർജുൻ സോങ്സ് എന്ന് പറഞ്ഞതില് ടോപ്പ് ലിസ്റ്റിൽ വരുന്ന സോങ്സസ് ആണ് ഇതെല്ലാം, ഇൻക്ലൂഡിങ് ദിസ് ടൈറ്റിൽ സോങ് ഒക്കെ. അപ്പൊ ഈ സോങ്ങിന്റെ ഷൂട്ടിംഗ്, അതിന്റെ ബിഹൈൻഡ് ദ സീൻസ്, ക്യാൻ യു ഷെയർ സം മെമ്മറീസ് ഓഫ് ദാറ്റ് സോങ് ഷൂട്ട്? எகிரே மாப்பிள்ள தட் சாங் மலையாளம்ல எப்படி ஸ்டார்ட் ஆகும்? ఆ సాంగ్ ఫుల్ ఇక్కడ కేరళది ఎல்லாம் ఇంగే కొచ్చిన్ ఎయిర్పోర్ట్ లో ఉంది. எங்களுக்கு டாக்ஸி இமிடியேட்டா வரல, கார் வரல. நான் அல்லு அர்ஜுன் வெயிட்டிங் ஃபார் கொச்சி ஏர்போர்ட். தென் ஐ அம் ஆஸ்கிங், தென் ஃபுல்லா இங்க சுத்தணும், நைட் ஃபுல்லா இங்க கொச்சின்ல திரும்பி சுத்துவோம். அந்த அதரப்பள்ளி ஃபால்ஸ்ல தான் ஹீரோயின் ஃபுல்லா அந்த பிளேஸ்ல எடுத்தது. அதெல்லாம் மாண்டேஜஸ். அந்த எகிரே மாப்பிள்ள ஃபுல் சாங் மேக்ஸிமம் இங்க எடுத்தது. அதுல ஒரு சாங்ல ஒரு சீன்ல ஒரு அம்மா வந்து வெள்ளம் தண்ணி கொடுக்க மாட்டாங்கல்ல, அப்ப கேரளா லேடிஸ பிடிச்சு பைப் செட் போட்டு பட்டிருக்கீங்களா? ரோடு இல்ல பைப் அங்க இருந்ததா? அங்க இருந்தது, பைப் இருந்தது. அதரப்பள்ளி ஃபால்ஸ் மேல அந்த டாப்ல அந்த இதுல இருந்தது, அந்த ஹில்ஸ் ஓட்டி. ഫുൾ സോങ് അங்கே தான் എടുത്തோம். ഈ സോങ് മാത്രമല്ല, ദിസ് മൂവീസ് ഫസ്റ്റ് ഷോട്ട് ഇസ് ലൈക് ജെനീലിയ മാം വാക്കിംഗ് ത്രൂ എ ഫോറസ്റ്റ് അല്ലേ, ഒരു കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഷീസ് ഫൗണ്ടിങ് അല്ലു അർജുൻ സർ അല്ലേ, അതൊക്കെ ഇവിടെ തന്നെയാണ്. ആക്ച്വലി என்னன்னா ஓபன் சீன் ஹீரோயின் இன்ட்ரோடக்ஷன் ஃபால்ஸ், ஓகே. But producer not accepted. For one scene we don't, I can't spend Kerala. Kerala ஒரு scene கிடையாது. You put a lot of scenes now, then I told അങ്ങനെ okay എടുക്കാൻ நிறைய montage എടുക്കാൻ അక్కడ song full finish. അപ്പൊ ഇത് ബാക്കി ഷൂട്ട്സ് ഒക്കെ എവിടെയായിരുന്നു നിങ്ങള്? ഹൈദരാബാദ് ആ സോങ് മാക്സിമം അതരപ്പള്ളി ഫാൾസ്లో அந்த எகிரே மாப் அந்த சாங் ஃபுல்லா மேக்ஸிமம் అదే డాగ్ నేర్ చాలా మాంటేజ్ ఇస్తారు. அந்த కూలింగ్ గ్లాస్ పెట్టుకొని అలా బ్లైండ్ సీన్ అది అన్నీ സ്പോട്ടില് ഇമ്മീഡിയറ്റ് గా ഡിസ്കഷൻ, ഇമ്മീഡിയറ്റ് గా. ആദ്യം ലിറിക്സ് ഇതൊക്കെ വരുമ്പോ തന്നെ ഫസ്റ്റില് തന്നെ ഓക്കെ ആയിരുന്നോ സാറിന്? ഇപ്പൊ സാറ് ഒരു ഗ്രൂപ്പാണ് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് പലവട്ടം തിരുത്തി ചില പാട്ടുകൾ. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം വരുന്നത് അത് എനിക്ക് തോന്നുന്നു ഈ അഴകെ എന്നുള്ള പാട്ടൊക്കെ പെട്ടെന്ന് കിട്ടിയത്, നിസ്സാര സമയം കൊണ്ട് എഴുതി ഒരു വാക്ക് കൊണ്ട് എഴുതുമ്പോ ചിലത്. അപ്പൊ അഴകെ എന്നുള്ള വാക്ക് അന്ന് ആരും വലുതായിട്ട് ഉച്ചരിച്ചിട്ടില്ല. അഴകെ ആ പിച്ച് കിട്ടണ ഒരു വാക്ക് വേണം, അതും ചേരുവ ചേർക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോ നമ്മുടെ ഉള്ളിൽ അതിന്റെ റൈം കിടപ്പുണ്ടായിരിക്കും, തലയ്ക്കകത്ത് കിടപ്പും. അപ്പൊ ഒരാള് വേളാണ് എഴുതുന്ന തുറവൂര് എഴുതുമ്പോ ഞാൻ തുറവൂരെന്നാണ് വിളിക്കുന്നത്, ഷിജു എഴുതുമ്പോ നമുക്ക് തോന്നുന്ന ഒരു വരിയുണ്ട്. ആ അഴകെ എന്നുള്ള വാക്ക് അതിന്റെ ഡെപ്ത് എന്തെന്ന് നോക്കും. ഡെപ്ത് ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റബിൾ. അത് കഴിഞ്ഞ് പല്ലവി ആദ്യം എഴുതി തീർക്കാൻ നോക്കും. അതൊരു 3 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്, പല്ലവി, അനുപല്ലവി, ചരണം. ആ പല്ലവി കഴിഞ്ഞ് തീർത്തതിന് ശേഷമാണ് അനുപല്ലവിയിലേക്ക് കയറാൻ പറയണത്. അപ്പൊ അതിനൊരു ഓരോ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെയൊക്കെ ആകാം, ഇങ്ങനെയൊക്കെ പോകാം, എങ്കിൽ മാത്രമേ സ്ട്രൈക്ക് ആവത്തുള്ളൂ. ഒരു സിനിമയിലെ പാട്ട് അത് എന്തുമാത്രം ഡയറക്ടർ അദ്ദേഹം
എന്തുമാത്രം സ്ട്രെയിൻ ചെയ്തായിരിക്കും മ്യൂസിക് ഡയറക്ടറിന്റെ കൺവിൻസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 25% എഫേർട്സ് എടുത്തിട്ടാണ് നമ്മൾ ഡബിങ് സിനിമയിലെ പാട്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം സാറിന് ഈ പറഞ്ഞ പോലെ പാട്ട് നേരത്തെ ഒരു 2 വരി പാടിയായിരുന്നു. എന്റെ പാട്ട് പാടാൻ അത് പാടിക്കും. പക്ഷെ സാറ് ഒരു വരി മൂളി കേട്ടപ്പോ നന്നായിരുന്നു. ആ പാട്ട് ലയിക്കാനും പാട്ടിന്റെ ഒരു ഇന്റേണൽ പൊട്ടൻഷ്യൽ കറക്റ്റ് ചെയ്യാനുമാണ് ഞാൻ ഇരിക്കുന്നത്. പാട്ടെന്ന് പറയുന്ന വന്നിട്ട് ഞാൻ നോക്കുന്ന 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, പാട്ടിന്റെ ആ വരികളും തെലുങ്ക് വരികളുടെ ഡെപ്തുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കും. ഇപ്പൊ തെലുങ്ക് സിനിമയിലെ ഒരു വരി ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് മാച്ച് ഇതായിട്ട് വരുമ്പോ ഞാൻ ചിന്തിക്കുന്ന ഒരു സൈഡ് എന്താന്ന് വെച്ചാൽ ആ വരി തെലുങ്ക് വിഷ്വലുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ. നിങ്ങൾ പറഞ്ഞു മറ്റേതെങ്കിലും സിനിമകളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ചിരിക്കുന്ന പോലെ ആവരുത് എന്തോ പറഞ്ഞല്ലോ. ഐ മീൻ ഒരു ഇറിറ്റേറ്റിംഗ് ഡബിങ് പടങ്ങളുടെ പാട്ടുകൾ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. നമ്മുടെ എല്ലാ സിനിമകളുടെ പാട്ടും ഒരിക്കലും ആ ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ട്. എന്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളിലും ആര്യാണെങ്കിലും ഹാപ്പി ആണെങ്കിലും മറ്റേ പ്രണയമായി ആണെങ്കിലും കൃഷ്ണയാണെങ്കിലും ഒരു പടത്തിലും ഒരു സിനിമയിലും പാട്ടുകളിൽ ഒരിക്കലും ലിറിക്സ് ബേസ് ആണെങ്കിലും അതിന്റെ മീറ്ററിലോ അല്ലെങ്കിൽ അതിലൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. അത്രയ്ക്ക് ഒരു 99% പെർഫെക്ഷൻ കൊടുക്കാൻ നോക്കും, ട്രൈ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പാട്ട് ആവറേജ് ബെറ്റർ ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഗൈസ് ഇതിന്റെ ബാക്കില്. അല്ല, ഡബിങ് ശരിക്കും ഒറിജിനൽ സോങ് ഉണ്ടാക്കുന്നതിലും ടഫാണ് എനിക്ക് തോന്നുന്നു ഡബ് ചെയ്യുന്ന പാട്ടുകൾ ഉണ്ടാക്കാൻ, അല്ലെ? ഇപ്പം നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, കുറച്ച് ഡയലോഗ് അല്ലെങ്കിൽ കുറച്ച് ക്ലിപ്സ് ഇപ്പൊ റീസെന്റ്ലി ഇറ്റ് വാസ് ട്രെൻഡിങ് ഓൺ ഇൻസ്റ്റഗ്രാം. നമ്മളെ ഇതില് ഹീറോസ് അല്ലാത്ത മറ്റേ പോലീസ് കഥാപാത്രം അവതരിപ്പിച്ച ആളും അതുപോലെ പൊളിറ്റീഷ്യൻ ആയിട്ട് നമ്മളെ ജെനീലിയ മാമിന്റെ അച്ഛനായിട്ട് ചെയ്യുന്ന ആ സാറും കൂടെ ഉണ്ടായിരുന്ന ഒരു സീൻ. ഡു യു റിമെമ്പർ ദാറ്റ് സീൻ? ഫുഡ് കഴിക്കുന്ന സമയത്ത് ഹാവ് യു വാച്ച് ദാറ്റ് റീൽസ്? ഇവരായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവും. ബിക്കോസ് that is really trending on Instagram. Ellavarum were dubbing that scene and recreating that scene through Instagram, and the reels went viral. The scene was like at that moment when ivaru kazhikkunna samayathu the politician aayittundarna sir is asking that police to stop eating and get off from his home, right? അപ്പൊ ആ സീന് ഭയങ്കര കോമിക്കൽ ആയിട്ട് എല്ലാവരും ഏറ്റെടുത്ത്, പക്ഷെ അതിന്റെ റീ റിലീസ് ഒക്കെ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു അത്. അപ്പൊ ഐ വാസ് ടെല്ലിംഗ് ദാറ്റ് എവറി സീൻ ഇൻ ദാറ്റ് മൂവി ആൻഡ് എവറി സോങ് ഇൻ ദാറ്റ് മൂവി ഇസ് ഇപ്പോഴും വെരി സക്സസ്ഫുള്ളി റണ്ണിങ്, അല്ലെ? അതിന്റെ അതൊരു 2006 റിലീസ് ചെയ്ത മൂവിയാന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല. ഇതിപ്പോ റീ റിലീസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓ വാവ്, അന്ന് കാണാൻ പറ്റാത്ത എല്ലാവർക്കും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഇതിനുണ്ട്. ബിക്കോസ് എൻട്രി ഓഫ് അല്ലു അർജുൻ സർ, അല്ലെ? അതൊരു എന്താ പറയാ, ഒരു സെലിബ്രേഷൻ ആണ്. ആ സമയത്ത് അല്ലു അർജുൻ സാറിന്റെ ഫാൻസിന്, അല്ലെ, അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു ഹീറോയിനെ ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു എൻട്രി, അല്ലെ, ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അത് മലയാളികളായ എല്ലാ യൂത്ത് പിള്ളേരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ പോലെ തന്നെ എനിക്കറിയാം നിങ്ങളും യു വിൽ ബി വെരി എക്സൈറ്റഡ് ടു സീ ദാറ്റ് എൻട്രി ഓൺ സ്ക്രീൻ. പക്ഷെ നിങ്ങൾക്ക് അന്ന് ഷൂട്ട് ചെയ്തതിൽ നിന്ന് വാട്ട് വിൽ ബി യു വിൽ ബി എക്സൈറ്റഡ് ടു സീ ഇൻ ദ സ്ക്രീൻ? ഇപ്പോഴത്തെ റെസ്പോൺസ് എങ്ങനെ നിങ്ങൾ അതിനെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സീൻ ഇഫ് യു ആർ വെയിറ്റിംഗ് ടു വാച്ച്? ബേസിക്കലി നമ്മൾ ചിന്തിക്കുന്ന പഴയതിന്റെ ഒരു കാലഘട്ടത്തിലല്ല. അതെ അതെ, പുതിയതില് മാറി. ഇത് 4K ആണ്. അതെ, അത് DTS XL ഉണ്ട്, ഐ മീൻ ഡോൾബി അറ്റ്മോസ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷ്വൽ ഇമ്പാക്ട്, ഒരു സെല്ലുലോയിഡ് ഇമ്പാക്ട്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കൊടുക്കുന്ന പ്രാധാന്യം എന്താണെന്നുള്ളത് വിഷ്വല് കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. നമ്മളിപ്പോ നിങ്ങൾ പറയുന്ന പോലെ എക്സൈറ്റ് ആയിട്ടോ നമ്മളൊരു അതിന്റെ ഒരു ബേസ് ആയിട്ടല്ല നമ്മൾ കാണുന്നത്. യൂത്തിനെ എങ്ങനെ പിടിച്ചു നിർത്തും, 2K ജെന്നും ഐ മീൻ ജെൻസിയുമായിട്ടുള്ളവരുടെ ആ ഒരു യൂത്ത് അട്രാക്ഷന് ഈ സിനിമയിലേക്ക് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയാൽ വി ആർ
ഹാപ്പി. ഹാപ്പി. അതെന്തായാലും എത്തും. ബിക്കോസ് എന്താ പറയാ, ഇപ്പം ഏതൊക്കെ മൂവി വിച്ച് വെയർ റീ റിലീസിങ് ഇൻ തിയേറ്റേഴ്സ്, അതിലെ പാട്ടുകളൊക്കെ തിയേറ്ററിന്റെ അകത്ത് ഡാൻസ് കളിച്ച് എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഐ എം ഓൾസോ വെയിറ്റിംഗ്. ഇതിലെ പാട്ടുകൾക്ക് ഡാൻസ് കളിക്കാൻ വെയിറ്റ് ചെയ്താണ് നമ്മളെല്ലാം നിൽക്കുന്നത്. മൂവീസിന്റെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ അല്ലു അർജുൻ സാറിനെ പറഞ്ഞു, അതുപോലെ ആ സമയത്ത് എല്ലാവരുടെ ഒരു ക്രഷ് ആയിരുന്നു ജെനീലിയ മാം. അല്ലെ, ഹൗ വാസ് വർക്കിംഗ് വിത്ത് ജെനീലിയ മാം? She's a very sweet girl, very beautiful. ஒரு ஒரு சீன் எக்ஸ்பிளைன் பண்ணா எப்பவுமே ஒரு சீன் என்ஹான்ஸ் ஆகுறது பிகாஸ் ஆஃப் ஆர்டிஸ்ட். ஒரு நார்மல் சீன் கூட பர்ஃபார்மன்ஸ் வச்ச எங்கேயோ போயிடும், சீன் எங்கேயோ போயிடும். அது மாதிரி ஹாப்பி ஃபுல்லா அந்த ஹீரோ ஹீரோயின் 2 பேருமே மல்டிபிள் பண்ணாங்க. அந்த ஒரு அந்த சீனே வந்து வேற லெவலுக்கு எடுத்துட்டு போனாங்க. அது எப்பவுமே அந்த நேரேஷன் கேட்கும்போது கரெக்டாக கிளாரிட்டியாக கேட்டுட்டு 2-3 ஆப்ஷன்ஸ் கொடுப்பாங்க. ஸோ அது சூஸ் பண்ணி இது நல்லா இருக்கு, இது நல்லா இருக்கு, இது நல்லா இருக்கு, ஆனால் தென் പ്രൊസീഡ് ആയി പോകണം. ഓക്കെ. പക്ഷെ ഇതിന്റെ സ്റ്റോറി ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത മൂവീസ് എന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരു ഗേൾ ആൻഡ് ബോയ് ഒരിക്കലും അവർക്ക് ഒന്നിക്കാൻ ആഗ്രഹമില്ല, ബട്ട് ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ അവര് ഒന്നിക്കാണ്. ആൻഡ് അതും ഫേക്ക് ആയിട്ടാണ്. ഒരു പോയിന്റ് വരെ ദേ ആർ ഇൻ ഫേക്ക് ലവ്. ആഫ്റ്റർ ദാറ്റ് അവര് ഫോഴ്സ്ഫുള്ളി ആണ് മാരേജ് ആവുന്നത്. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ലവ്. അപ്പോഴത്തേക്കും പടം തീർന്നുപോയി. അതാണ് വി ആർ എക്സ്പെക്ടിങ് മോർ പാർട്ട് 2. ഇഫ് പാർട്ട് 2 വുഡ് കം, നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും. കാരണം അവരുടെ ആ ഒരു ലവ് കോംബോ ആണ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്പൊ ഇതിലെ സോങ്സ് ആണെങ്കിലും ഹേറ്റ് യു സോങ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അല്ലെ. ഇപ്പോഴും അതിന്റെ ആ ഒരു ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ സീൻസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ആർ മേക്കിംഗ് அப்பவே அதெல்லாம் ரீல்ஸ், எல்லாம் மாண்டேജஸ், எல்லாமே റീൽസ്. ഈ അടുത്ത ദിവസം എന്നോട് ആരോ പറഞ്ഞായിരുന്നു 7-8 തവണ കണ്ട് സിനിമ കണ്ടിട്ടുണ്ട്. ഇതില് ഒരു പ്രാവശ്യം എന്നെ വിളിക്കുന്ന ആ സമയങ്ങളിൽ ഈ സിനിമ റിലീസ് ചെയ്ത കാലിക്കറ്റിലെ ഒരു പയ്യൻ, അന്ന് പയ്യനായിരുന്നിരിക്കാം, ഇന്നിപ്പോ എത്ര വയസ്സെന്നറിയില്ല, മേ ബി ആ പയ്യനെ ഒരു 50-60 തവണ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയം ഇവിടുന്ന് എന്റെ ഓഫീസിൽ പോയിട്ട് വിളിച്ചിട്ട് 60 ടൈംസ് പാത്രിക്കാൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയാണെന്ന്. അയാളിപ്പോ എന്നെ വിളിച്ചിട്ടില്ല, ഈ പ്രാവശ്യം വിളിച്ചിട്ടില്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് അത്രയും പ്രാവശ്യം 50 പ്രാവശ്യത്തിന് മുകളിൽ സാർ ഇന്നും ഞാൻ പോയി പടം കണ്ടു എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോ ആ ഒരു മെന്റലി കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈ സിനിമയ്ക്കുള്ള ഒരു സ്പെഷ്യാലിറ്റി ഒരു ടോട്ടൽ മൂവിയാണ്. ലവ്, എൻജോയ്മെന്റ്, എന്റർടൈൻമെന്റ്, കോമഡി, ഇമോഷൻ ആൻഡ് ആക്ഷൻ, ഇത്രയും ചേരുവ ചേർത്തുള്ള അതായത് ഒരു മാജിക് ആണ് സിനിമ. ഇതിന്റെ സ്റ്റോറി ലൈനപ്പ് ഒന്നും ഒരു ഘടകമല്ല. നമ്മൾ കണ്ടിരിക്കുന്നു, ഇമ്പാക്റ്റബിൾ ആണ്, കംഫർട്ടാണ്, ഹാപ്പിയാണ്. അതാണ് ഞാൻ ബി ഹാപ്പി. ആക്ച്വലി തെലുങ്കില് ഹാപ്പി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൊടുത്ത ഒരു ക്യാപ്ഷനാണ് ബി ഹാപ്പി. ഹാപ്പി ബി ഹാപ്പി. ഓക്കെ. അപ്പൊ അതിനുള്ള ആ ഒരു എന്താ പറയുക, ഒരു കോംബോ പാക്ക്, അത് യൂത്ത് ഈ ജന്നും കൂടെ ഏറ്റെടുത്താൽ നമ്മൾ ഹാപ്പിയാണ്. എന്തായാലും ഏറ്റെടുക്കും എന്നുള്ളതിൽ ഞാൻ 100% ഉറപ്പ് തരുന്നു. ആൻഡ് ആ സമയത്തൊന്നും ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് ഗിവൺ ഇന്റർവ്യൂസ് ഓർ പ്രൊമോഷൻസ് ലൈക്ക് ദിസ്. ഇപ്പോഴത്തെ കാലത്ത് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവില്ല. സോ ഐ എം വെരി ക്യൂരിയസ് ടു നോ അബൌട്ട് ദ ആക്ഷൻ സീക്വൻസ്. കാരണം ഓൾറെഡി അല്ലു അർജുൻ സർ ഇസ് ആക്ടിങ് ആസ് എ ഡ്യൂപ്പ് അല്ലെ, ഇൻ ദിസ് മൂവി ഡ്യൂപ്പ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോ ഫൈറ്റ് മാസ്റ്റർ. സോ അപ്പൊ ഓൾറെഡി ഹി ഈസ് ഡൂയിങ് സച്ച് കൈൻഡ്സ് ഓഫ് ആക്ഷൻ ചെയ്യുക. ആൻഡ് ഓൾസോ ദാറ്റ് ഈസ് വെരി ടഫ് ആക്ഷൻസ്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുന്നു, ഫയർ ഫോർ ഹിസ് ലവ് അല്ലെ. അപ്പൊ ശരിക്കും ആക്ഷൻ സീക്വൻസ് ചെയ്തത് അല്ലു അർജുൻ സാർ തന്നെയാണ്. ഓ, there was no dupe. അടിപ്പെട്ടത് കയ്യിലും അടിപ്പെട്ടു, ഫ്രാക്ചർ ആச்சு. ഓക്കേ. he is not accepted dupes. நான் பண்றேன் full that bike sequence energy, full energy. பைக் ஸ்கிட் ஆச்சு. நான் ரொம்ப பயப்படுவேன். பட் he didn't. நான் பண்றேன் ரிஸ்க், ரொம்ப அவனை கண்ட்ரோல் பண்ணவே முடியாது. அவ்வளவு எனர்ஜி ஃபுல்லு.
அப்பதான் நேச்சுரலா இருக்கும். டான்ஸ் அப்படிதான். dance we all know that Allu Arjun sir is a Then but அந்த டைம்ல அந்த சிங்கப்பூர் போயிட்டு அந்த ஷூ அந்த வீல் ஷூ டான்ஸ் தென் வாக்கிங் ஸ்கேட்டிங் இஸ் பிராக்டிசிங். okay டெய்லி இஸ் பிராக்டிசிங் skating ஹார்ட் ஒர்க் இஸ் வெரி ஹார்ட் ஒர்க். அதே யோசனை, நான் இது பண்ணுவேன் அது பண்ணுவேன், நான் இப்படி பண்ணுவேன், எனக்கு எதுனா சீன் எனக்கு சொல்லு. ஒரு ரொம்ப ஒரு எனர்ஜி, எப்பவுமே ஒரு எனர்ஜி, ஒரு ஃபயர் இருக்கும். we thought that action was done by another dupe no right അല്ല കാരണം നമ്മളിത് അറിയുന്നില്ലല്ലോ ആ സമയത്ത്. ഇങ്ങനെ ഇതിന്റെ ബാക്ക് സ്റ്റോറി ബിഹൈൻഡ് ദ സീൻസ് ഒന്നും ആരും നമ്മൾക്ക് പറയുന്നില്ല, ഇത്ര പ്രൊമോഷൻസ് ഇല്ല. ബട്ട് ഇപ്പോഴാണ് നമുക്ക് പല സീൻസിന്റെയും ബാക്ക് സ്റ്റോറി അറിയാൻ പറ്റുന്നത്. ഇന്ന് സിനിമ എന്ന് പറയുന്നത് കുറച്ചും കൂടി ജനറലായി. അതെ അതെ ജനറലായി എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിലെ, ഇന്ത്യയിലല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ ടെക്നീഷ്യന്മാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളമാണ്. ലോകം മൊത്തം ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ലോകത്തെ ടെക്നീഷ്യന്മാരിലെ ഒരു മിനിമം 20% ടെക്നീഷ്യന്മാർ കേരളത്തിൽ നിന്നുള്ളവരായിരിക്കും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മലയാളി ഇപ്പൊ ക്യാമറയ്ക്ക് പിന്നിലും മുന്നിലും, അല്ലെങ്കിൽ ആക്ടേഴ്സ് അല്ല ഉദ്ദേശിക്കുന്ന ടെക്നീഷ്യന്മാര് പ്രൊഡക്ഷനിലുള്ളതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് ബിഹൈൻഡ് ദ ക്യാമറ ടെക്നീഷ്യന്മാർ. ഇപ്പൊ ഇന്ത്യയിലല്ല ജോലി കിട്ടാൻ പോകുന്നത്. അവരെല്ലാം ചിലപ്പോൾ മേ ബി ജർമ്മനിയിലായിരിക്കാം, ഫ്രഞ്ചിലായിരിക്കാം, മേ ബി മറ്റേതെങ്കിലും കൺട്രീസിലായിരിക്കാം, ബേസിക്കലി ടെക്നീഷ്യൻ. അപ്പോ ഇവരുടെയൊക്കെ തിരിച്ചറിവ് സിനിമയിലൂടെ കാണുന്നത്. അതുകൊണ്ടാണ് മലയാളി ഒരു സിനിമ ചെയ്യുമ്പോൾ, ഇപ്പം ഏതെങ്കിലും റീസെന്റ് ആയിട്ട് ഒരു സിനിമ ഇറങ്ങിയാൽ അത് ഏതാണെന്ന് മലയാളികൾക്ക് വിലയിരുത്താനുള്ള ഒരു സെൻസും കൂടെ ഉണ്ട്, അറിവുകൊണ്ട്. ഏകദേശം അന്നമാതിരി ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ കേരള. അപ്പോ ഇതുകൊണ്ട് ഈ മലയാളികളെ പിടിച്ചു നിർത്തുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മലയാള സിനിമ ഒരു പടി മുകളിൽ കയറുന്നത് മറ്റു ലാംഗ്വേജുകളെ അപേക്ഷിച്ച്. നമ്മളെക്കാൾ നല്ല സിനിമകൾ ചെയ്യുന്നവർ തമിഴിലും തെലുങ്കിലും ഉണ്ട്. പക്ഷെ മലയാള സിനിമയ്ക്ക് ഒരു മികവ് വരുന്നത് മറ്റുള്ള ഭാഷകളെ അപേക്ഷിച്ച് ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുന്നു, അത് ഇന്നതാണ്, അത് നമ്മളെ ചീറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാനുള്ള ഒരു അറിവ് മലയാള പ്രേക്ഷകർക്ക് കൂടുതലായിട്ടുണ്ട്. ജഡ്ജ് ചെയ്യാൻ മൂവീസ്. அதனாலதான் எனக்கு ரொம்ப சந்தோஷம். ஹாப்பி ஹிட் ஆனதுங்கிறது எனக்கு அவ்வளவு சந்தோஷம். മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്ത. நான் பிக் ஃபேன் ஆஃப் பரதன் சார், மோகன்லால் சார் ஃபேன் நானு. സഫയർ തിയേറ്ററിലെ എല്ലാ മലയാള പടമും ഇത് മെഡ്രാസ് സെറ്റപ്പിലുള്ള പഴയ സഫയർ തിയേറ്ററിന്റെ കാര്യങ്ങള് കുറച്ചു പേർക്കൊക്കെ അറിയാവൂ. അന്ന് മലയാളം പാട്ടെല്ലാം മക്ക പണി പാടുവേൻ. ഏன்னா ஹீஸ் ஐனஸ் அப்துல்லா ரொம்ப பெரிய ஹிட். அന്ന് அதெல்லாம் வாட்ச் செய்துட்டு ஆமா, அதெல்லாம் பார்த்து பயமா இருக்கும். ஒரு கிளாசிக்கல் மூவிஸ் மலையாள படம்னாலே அப்படியே அந்த ஃபாசில் சாரோட ஸ்டோரி நேரேஷன், காதலுக்கு மரியாதை, தென் வருஷம் 16, தட்ஸ் a great movies, great love stories, கேரக்டர்ஸ் அந்த டிஃபைன் பண்றது எல்லாமே அந்த நேரேஷன் எனக்கு ரொம்ப பிடிக்கும். ரொம்ப நிறைய கத்துக்கிட்டது மலையாள film. ഹാപ്പിയാണ് മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തതിൽ. മലയാള സിനിമ കണ്ടാണ് അദ്ദേഹം ഇൻസ്പിറേറ്റ് ആയത്. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് വന്നിട്ട് അദ്ദേഹം പണ്ട് സഫയർ തിയേറ്റർ എന്ന് പറയുന്നത് ചെന്നൈയില് സഫയർ തിയേറ്ററിൽ മാത്രമേ മലയാള സിനിമ കളിക്കത്തുള്ളൂ, ഉണ്ടാവുള്ളൂ. അല്ലാത്ത തിയേറ്ററുകളിൽ വേറൊരു രീതിയിലുള്ള സിനിമ കൺസെപ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. ആ നല്ല മലയാള സിനിമകളുടെ ആസ്വാദകരിൽ ഒരാളായിരുന്നു സാറ്. சித்திரம் சார் 20 டைம்ஸ் பார்த்துருக்கேன். மலையாள பாட்டுலாம் பாடுவேன். அவ்வளவு தூரத்துக்கு ரீரிகார்டிங் போது கூட ஐ நேரேட். சித்திரம் கமலஹாசன் சாணக்கியன், தட் மூவி, சாணக்கியன் மூவி, ராஜீவ்குமார் சார். நிறைய ஒரு லிஸ்ட், பெரிய லிஸ்ட் இருக்கு. ஓகே, சோ എന്തായാലും കിലുക്കം എല്ലാം those are classic movies in Malayalam. ചിത്രം കിലുക്കം രണ്ടും my favorite movies. Classic movies in Malayalam. എത്ര റീവാച്ച് കാര്യം കൂടെ പറയാം. ഇദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ നമ്മൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്, അയ്യോ പാവം എന്ന് പറഞ്ഞ്, ഞാൻ തന്നെ ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ ഇദ്ദേഹത്തിന്റെ സിനിമകള്, സാറിന്റെ സിനിമകൾക്ക് ഒരു ഗുണം, ഒരു മലയാളിത്വം ഉണ്ട് പടങ്ങളിൽ. വേണമെങ്കിൽ അതൊന്ന് വിലയിരുത്തി നോക്കൂ. എല്ലാ സിനിമകളും നാച്ചുറൽ ആയിരിക്കും. സബ്ജക്റ്റിന്റെ ആ ട്രീറ്റ്മെന്റിലാണ് വ്യത്യാസം വരുന്നത്. അതിശയോക്തിയുള്ള കഥാപാത്രങ്ങളൊന്നും ഈ കർണാടക സാറിന്റെ
സിനിമകളിൽ വരുന്നില്ല. അപ്പൊ എന്തായാലും ഹാപ്പി ബി ഹാപ്പി മൂവി തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ജൂൺ 12-നാണ് മൂവി അല്ലെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇതില് എന്തായാലും ലിറിക്സ് ഒക്കെ ചെയ്ത എല്ലാ പാട്ടുകളും ഭയങ്കര ഹിറ്റാണ്. അപ്പൊ ഒരു പാട്ട് നമുക്ക് വേണ്ടിട്ട് ഈ മൂവിയിലെ ഒന്ന് പാടിയാൽ വിൽ ബി ഹാപ്പി, മോർ ഹാപ്പി. അങ്ങനെ വലിയ ഗായകൻ എന്നാലും വൈഫ് പാടും അല്ലേ? വൈഫ് നന്നായിട്ട് പാടും, സിംഗറാ. സിംഗറാണ്. അപ്പം എന്തെങ്കിലും ഒന്ന് അടുത്ത കൂടെങ്കിലും പോയിട്ടുണ്ടാവുമല്ലോ. ഇല്ല അതിലെ ലിറിക്സ് തന്നെ ഇപ്പൊ അഴകിയ എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിന്റെ ഒരു അതൊന്ന് പാട്. കുറച്ച് lines. പാടിക്കോ. കൺമണി നിൻ വിളി കേൾക്കാതെ ഞാൻ എങ്ങനെ രാവിൻ തിരി താഴ്ത്തും, കണ്ണുകൾ നിറയും ഈ നേരം നീ ഒന്നു തലോടാൻ കൊതിയാകും, അണയുമോ പ്രിയ സഖി എൻ മനസ്സിന്റെ മണിമഞ്ചലിൽ അഴകേ നീ. വെരി നൈസ്. എനിക്ക് ആ അല്ലു അർജുൻ സാറ് ബൈക്കിൽ പോകുന്നതും മഴയും ഒക്കെ എനിക്ക് വിഷ്വൽസ് വന്നു. സോ ഹാപ്പി. എന്തായാലും വി ആർ എക്സൈറ്റഡ്. ആൻഡ് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ ലാസ്റ്റ് ആയിട്ട്? 12 ഈ വരുന്ന ജൂൺ 12 തിയേറ്ററിൽ പോയി എല്ലാവരും സിനിമ കാണണം, സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ചെയ്യണം. തിയേറ്റർ എൻജോയ്മെന്റ് ഈസ് ഡിഫറെന്റ്. അതെ, ടിവിയിലും വാട്സപ്പിലും മൊബൈലിലും ഒക്കെ കാണുന്നതിനേക്കാൾ തീർച്ചയായിട്ടും ഇത് എൻജോയബിൾ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് മൂവിയാണ്. ഈ മൂവി 12-ാം തീയതി തിയേറ്ററിൽ പോയി കണ്ട് അതിന് നിങ്ങൾ എൻജോയ് ചെയ്യണം. എന്താ പറയുന്ന കണ്ടവർ പിന്നെ അതാണല്ലോ നമ്മുടെ ക്യാപ്ഷൻ. അപ്പൊ ആ ഒരു എൻജോയ്മെന്റ് കിട്ടട്ടെ. നിങ്ങൾ എല്ലാവർക്കും വരണമെന്ന് അപേക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്.